രാവിലെ തന്നെ നമ്മൾ കടയിൽ പോകാനുള്ള പണികൾ തുടങ്ങുവാണേ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു കട്ടൻ കുടിച്ചാലേ ഉള്ളൂ ഒരു ഉന്മേഷമൊക്കെ വരത്തുള്ളൂ. പിന്നെ ആദ്യം തന്നെ മുട്ട പുഴുങ്ങാമെന്ന് വെച്ചേ. പിന്നെ നമ്മുടെ പരിപ്പും ഉഴുന്നുമൊക്കെ വെള്ളം ഒഴിച്ച് വെക്കുവാണേ. 2-3 മണിക്കൂർ കുതിർന്നാലേ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പറ്റത്തുള്ളേ. ഞാൻ രാവിലെ ആട്ടോ ഇതൊക്കെ വെള്ളത്തിലിടുന്നത്, രാത്രിയല്ല. ചിലർ ചോദിക്കും രാത്രിയാണോ നിങ്ങൾ ഇതൊക്കെ വെള്ളത്തിലിടുന്നതെന്ന്. പിന്നെ മുട്ട തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊളിക്കുമ്പം തോട് പെട്ടെന്ന് പൊളിഞ്ഞു വരാൻ വേണ്ടി നമ്മൾ ഉപ്പിടുന്നത്. പിന്നെ കറി വെക്കാൻ കുറച്ച് അച്ചിങ്ങ തോരൻ വെക്കാമെന്ന് വെച്ചാൽ അന്നേരമാണ് പച്ചമുളക് പറിച്ച് വെച്ച് തീർന്നു പോയായിരുന്നു. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി പോയതാണ്. ഇപ്പോൾ അതേ നമ്മുടെ പച്ചമുളകെല്ലാം പഴുത്ത് നിൽക്കുവാണേ. അതൊന്നും പറിച്ചെടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. പിന്നെ ചെറിയൊരു അടുക്കളത്തോട്ടമാണ് എനിക്കുള്ളത്, ഒരുപാടൊന്നുമില്ല. കുറച്ച് പച്ചമുളക്, പിന്നെ 2-3 തരം കാന്താരിയുണ്ട്, പിന്നെ ഒരു മത്തങ്ങയുണ്ട്, കുറച്ച് ചീര ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ നേരത്തെ പറിച്ച് കറി വെച്ചേ. പിന്നെ വഴുതനങ്ങയുണ്ട്, അതൊക്കെ നമ്മളൊരു ചാക്കിലാണ് നട്ടേക്കുന്നത് കേട്ടോ. മുളകെല്ലാം പഴുത്തു പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓർപ്പിക്കുവാണേ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇപ്പോഴും എനിക്ക് പറിക്കാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ ആവശ്യമുള്ളത് മാത്രം പറിക്കുന്നുള്ളേ. പിന്നെ പെട്ടെന്ന് തന്നെ മീൻ വെട്ടി അതങ്ങോട്ട് കറി വെച്ചു. കാരണം മീൻ ഇന്നലെ വൈകുന്നേരം നമ്മൾ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് രാവിലെ എളുപ്പമുണ്ടായിരുന്നു, മീനൊന്നും നോക്കി നിൽക്കേണ്ടി വന്നില്ല. മീനുകൊണ്ട് പെട്ടെന്ന് വെട്ടി അങ്ങ് കറി വെക്കാൻ വേണ്ടി വെച്ച്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചായക്കുള്ള വിളി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ അടുപ്പിൽ നമ്മൾ പാല് വെച്ച് ചായ ഇട്ട് പിന്നെ അത് കുടിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടാണ് പിന്നെ ഞാൻ അടുത്ത പണിയിലോട്ട് കടന്നത്. പിന്നെ ഈ സമയത്താണ് ഞാൻ പത്രമൊക്കെ ഒന്ന് മറിച്ച് നോക്കുന്നത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. പിന്നെ തലക്കെട്ടൊക്കെ ഒന്ന് വായിച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കും, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ വൈകുന്നേരം വന്നിട്ടാണ്. പിന്നെ ഇതേ നമുക്ക് ബജിക്കും ഉഴുന്നുവടയ്ക്കും ബജിക്കും പിന്നെ ബോണ്ടയ്ക്കും ഒക്കെ ഇത് വേണം കേട്ടോ, ചമ്മന്തി. സാധാരണ ഉഴുന്നുവടയ്ക്കും ബജിക്കും മാത്രം മതി. പക്ഷെ നമ്മുടെ ഇവിടെ എല്ലാവരും വന്ന് ബോണ്ടയ്ക്കും ഏത്തക്കാപ്പത്തിനൊക്കെ ഈ ചമ്മന്തി മേടിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ പൊട്ടിച്ച് അത് ചിരണ്ടി എടുത്ത് വെക്കുവാണ്. പിന്നെ ഈ രാവിലത്തെ തിരക്കിനിടയ്ക്ക് നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല കേട്ടോ. അതൊക്കെ പിന്നെ പോകാറാകുമ്പോഴാണ് കഴിക്കുന്നത്. പിന്നെ നമ്മൾ മുളക് ബജിയും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് 2 ടൈപ്പ് ചമ്മന്തിയാണ് നമ്മൾ കൊടുക്കുന്നത്, തേങ്ങാ ചമ്മന്തിയും മുളക് ചമ്മന്തിയും. ഈ മുളക് ചമ്മന്തി സവോള അരച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ പിന്നെ പറഞ്ഞു തരാവേ. പിന്നെ പരിപ്പ് ഉഴുന്നുമൊക്കെ അരച്ചെടുത്ത് റെഡിയാക്കി കുഴച്ച് വെച്ചിട്ടുണ്ട്. മാവുകളും ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം റെഡിയാക്കി പെട്ടെന്ന് മുളകും എല്ലാം കഴുകി വെച്ച് പിന്നെ പെട്ടെന്ന് തന്നെ പോകാനുള്ള പരിപാടികൾ നടത്തുവാണേ. പെട്ടെന്ന് ഓടിച്ചെന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ സാധനം എല്ലാം തിണ്ണലോട്ട് പെറുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സാധനം വണ്ടിയെ കയറ്റി നമ്മളിതേ നമ്മുടെ എത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ പുതിയ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാവേ. ബൈ.